ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പനീർ 65യുടെ റെസിപ്പിയുമായാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ 65 ആണ് ഞാനിവിടെ ചെയ്യുന്നത്. റെഡിയാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. ഉറപ്പായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എങ്കിൽ നമുക്ക് പനീർ 65 എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. എനിക്കിവിടെ അമൂലിൻ്റെ പനീറാണ് കിട്ടിയിട്ടുള്ളത്. അത് ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഇവിടെ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഉപ്പല്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ എന്നിവ ചേർത്ത് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പനീർ ഒന്നും പൊടിയരുത്, ആ രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി നീരാണ് ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ച് വെള്ളം, പൊടി നനയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതലാവരുത്, പനീറിനൊരു കോട്ടിങ് കിട്ടണം അതിൽ, അത്രേ ഉള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നാച്ചുറൽ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് 3-4 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ നേരം ഫ്രൈ ചെയ്യരുത്. കൂടുതൽ നേരം ഫ്രൈ ചെയ്താൽ പനീറിൻ്റെ ഉള്ള് ഹാർഡായി പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 3-4 മിനിറ്റ് മതി. അതും ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ നമുക്ക് എല്ലാ പനീറും ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ പനീറും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 100 ഗ്രാം തൈര് എടുക്കാം. ഇതിലേക്ക് ഒരു കോൺഫ്ലോർ സൊല്യൂഷൻ ഞാൻ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കോൺഫ്ലോറിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണിത്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നാച്ചുറൽ കളറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നാച്ചുറൽ ഫുഡ് കളർ ഞാൻ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. തൈരിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഉണക്കമുളകിടാം, കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി ചെറുതായി മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം സ്റ്റൗ ഹൈ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവ ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന
തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീറും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ചും കൂടി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.